ഓബായി OCയിലെ ജീവനക്കാർ കസ്റ്റമേഴ്സുമായി നേരിട്ടും ഇടപാട് നടത്തിയിരുന്നതായി ജി കൃഷ്ണകുമാർ. വസ്തുക്കൾ വിറ്റ ശേഷം പണം ജീവനക്കാർ തന്നെ എടുത്തു. 1000-ഓളം ഇടപാടുകൾ അത്തരത്തിൽ നടത്തിയതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ പറയുന്നു. ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്നതിന് തെളിവാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ. ആരോപണം ഉന്നയിച്ച ജീവനക്കാർ ഒളിവിലാണെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. 3 ജീവനക്കാരുടെയും അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ. ഈ തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറഞ്ഞൊരു കഥയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പൊളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണുന്നു. വെച്ചാൽ രാവിലെ ഞാൻ TV യിൽ കാണുന്നു. അതും പോലീസിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിൽ തന്നെ ഒരിടത്തും ഞങ്ങളാരെയും തട്ടിയിട്ടില്ല, ഞങ്ങളാരെയും ബലം പ്രയോഗിച്ചിട്ടില്ല. അവരും ഞങ്ങളും എല്ലാവരും കൂടി കാറിൽ കയറി പോകുന്ന വീഡിയോ നിങ്ങൾ കണ്ടു. ഇനി അടുത്തത് നിങ്ങൾ തന്നെ ചോദിക്കണം, ഈ വീഡിയോ വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതിന്റെ വീഡിയോ അപ്പുറത്തെ വീടുകളിൽ, കാരണം ഇവിടെ CCTV വെച്ചിട്ടില്ല, അതുകൊണ്ട് അപ്പുറത്തെ വീടുകളിൽ നിന്ന് പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് കാണാം. അതും 30-ാം തീയതി വൈകുന്നേരമാണ്. 30-ാം തീയതി വൈകുന്നേരം പോയാൽ തട്ടിക്കൊണ്ട് പോയിട്ട് ഞങ്ങൾ ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് വെച്ച് ഇടിച്ച് ബലാത്സംഗ ശ്രമം നടത്തി പണം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 30-ാം തീയതി പോയവർ നേരെ ഇവിടുന്ന് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്തായിരുന്നു കെട്ടിയിട്ട് വെച്ചത്, പണം എടുത്തതെന്ന് പറയാം. ഇവര് ഞങ്ങൾ പരാതി 1-ാം തീയതി കൊടുത്തതിന് ശേഷം 2-ാം തീയതി 3-ാം തീയതി മാത്രം ഒരു പരാതി കൊടുത്തിട്ടുള്ളൂ. അവരത്രയും നേരവും ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവർക്ക് പരാതി കൊടുക്കാമായിരുന്നു. ഈ കുട്ടികളുടെ മൊഴിയെടുക്കാൻ പോലീസ് പോയപ്പോൾ ഇവരെല്ലാവരും അബ്സ്കോണ്ടിങ്ങിലാണ്. ഇവരാരും ഇവിടെ ഇല്ല. അതിൻ്റെ അർത്ഥം ഇവർ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നും ഇവർക്ക് ആരെയും അഭിമുഖീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അവർ വക്കീലിനെ കാണാൻ പോയിരിക്കുന്നു പറയുന്നു. അർദ്ധരാത്രി ഏത് വക്കീലിനെ കാണാൻ പോയെന്ന് അറിയില്ല.